ഗെയ്സ്. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ നമ്മൾ ഒരു ക്യൂട്ട് ബോൾ ഡെക്കറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്ന് കണ്ടാലോ? അപ്പോൾ ആദ്യമേ കാർഡ്ബോർഡ് വേണം, ബാംബൂ സ്റ്റിക്ക് വേണം, പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഐസ്ക്രീം സ്റ്റിക്ക് വേണം, സിസേഴ്സ്, കട്ടർ, കോമ്പസ് വേണം, പിന്നെ അവസാനമായിട്ട് നമ്മുടെ ഗ്ലൂ ഗണ്ണും വേണം. അപ്പോൾ തുടങ്ങിയാലോ? അപ്പോൾ ആദ്യമേ നമുക്ക് കാർഡ്ബോർഡ് എടുത്തിട്ട് നമുക്ക് 2 സർക്കിൾ വരച്ചെടുക്കാം. അപ്പോൾ സർക്കിളിൻ്റെ വലുപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു വലുപ്പത്തിനനുസരിച്ച് 2 എണ്ണം നമ്മൾ വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് വേറൊരു ചെറിയ സർക്കിൾ വരയ്ക്കണം. ഒത്തിരി ചെറുതാകണ്ട, ഒരു മീഡിയം. അങ്ങനെ നമുക്ക് 2 എണ്ണം വരച്ചെടുക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നടുക്കത്തെ ആ ചെറിയ സർക്കിൾ അല്ല വേണ്ടത്. നമുക്കൊരു കുഞ്ഞത് വരുന്നതുണ്ടല്ലോ 2 എണ്ണം ചേരുന്നത്, ആ ഭാഗമാണ് വേണ്ടത്. അപ്പോൾ സൈഡിലെ കട്ട് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, നടുക്കത്തെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കട്ട് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഇതേപോലത്തെ പോർഷനാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്താ മറ്റേതും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാംബൂ സ്റ്റിക്ക് എടുക്കാം. ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ട് ബാക്കിൽ വെക്കുന്ന പോർഷനിൽ നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചാൽ പ്രശ്നം 2 സൈഡിലും വേസ്റ്റ് ആയിപ്പോകും. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ടും മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. അപ്പം നമുക്കത് പിന്നെ വേറെ എന്തിനെങ്കിലും ആണെങ്കിലും ഉപകാരപ്പെടുമല്ലോ. മറ്റേതാണ് 2 സൈഡിലും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒന്നിനും ഉപകാരം ഇല്ലാതാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അതിനനുസരിച്ച് ചെയ്യുക. അങ്ങനെ നമുക്ക് ഓരോന്നും അളവെടുത്തിട്ട് ഫുൾ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിക്സ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അതിന് ഞാൻ ഓരോ ലെയറും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കാം. അപ്പോൾ ഈ സൈഡ് വേണം ബാക്കിലായിട്ട് വരേണ്ടത്. അപ്പോൾ ഞാൻ 2 ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ച് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്ത് കാണിക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഫുൾ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിക്കണം. അപ്പോൾ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ 2 അറ്റത്ത് വേണം ഈ കാർഡ്ബോർഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു നല്ലൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ഫുൾ ഐസ്ക്രീം സ്റ്റിക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പൊ തന്നെ കാണാനൊരു ഭംഗിയില്ലേ? ഇത്രയും തന്നെ ചെയ്തു വെച്ചാൽ തന്നെ അത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബാംബൂ സ്റ്റിക്ക് വേറെ എടുത്തിട്ട് നമ്മൾക്ക് ഇതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഡെക്കറായിട്ട് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഐസ്ക്രീം സ്റ്റിക്കുകളുടെ ഇടയിൽ കൂടെ അകത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഉള്ള വലിപ്പമാണോ വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അതിലാണ് സാധനം വെക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിക്കുക. ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ ഗ്ലൂ ഗൺ ഇല്ലെങ്കിലും വേറെ ഏതെങ്കിലും ഗ്ലൂ ഇട്ട് ഒട്ടിച്ചാലും മതി. അപ്പോൾ അങ്ങനെ നമുക്ക് നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ളത് വേണോ അതിനനുസരിച്ച് നിങ്ങൾ എണ്ണം കൂട്ടുക. അപ്പോൾ അത് കാരണം കറക്റ്റ് എണ്ണം നമുക്കിവിടെ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഫ്രണ്ടിൽ വരെ വരുന്ന രീതിക്കുള്ളത് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ എനിക്ക് ഇത്രയായിരുന്നു വേണ്ടത്. ഇനി നമുക്കെന്താ ഇതിനകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഇരിക്കണം, അല്ലാതെ തിരിഞ്ഞു പോകരുത്. അപ്പം നമുക്ക് ഇതിലൂടെ കയറ്റി കൊടുക്കണം. അത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഒരിക്കലും ഒടിയാൻ പാടില്ല. കാരണം നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കുമാണ് കാർഡ്ബോർഡുമാണ്. അപ്പം നമ്മൾ കയറ്റുമ്പോൾ സൂക്ഷിച്ച് കയറ്റണം. അത് ഒരേ ലെവലിൽ വേണം 2 സൈഡിലും വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 സൈഡിലും നമ്മൾ സൂക്ഷിച്ചിറക്കി കൊടുത്താൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ഫിക്സ് ആയിട്ടിരിക്കും. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പം ഞാൻ ചെയ്തൊരു പ്രശ്നം ഇച്ചിരി അളവ് കൂടിപ്പോയി. അതുകൊണ്ടാണ് 2 സൈഡിലും കുറച്ച് വലിപ്പം കൂടുതലുള്ളത്. കണ്ടോ? അപ്പോൾ ഫുൾ സൈഡ് നോക്കിക്കാൻ നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്? ഇപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ വെച്ചാൽ തന്നെ കാണാനൊരു ഭംഗിയുണ്ട്. ഇനി ഡെക്കറും കൂടെ വെക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അടിപൊളിയായിരിക്കത്തില്ലേ? അപ്പം ഞാൻ ഇതേപോലെ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ട് അതിലോട്ട് ഞാൻ എൻ്റെ ബുദ്ധന്മാരെ അറിയാമല്ലോ, ആ ബുദ്ധന്മാരെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തുവാണോ ഉള്ളത്, ചിലപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല പ്ലാന്റ് വെക്കാം. അതിനനുസരിച്ചുള്ള വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം കാണുമ്പോൾ തന്നെ ലുക്ക് ഉണ്ടല്ലോ. എന്നുവെച്ചാൽ നല്ല നമ്മളിത്ര എളുപ്പമാണെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. എന്നാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്തൊരു സാധനമായതുകൊണ്ട് അത് കാണാൻ വേണ്ടിയിട്ടൊരിതുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ചെയ്തത്? അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.